ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിന്റെ സ്കോപ്യെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്യെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെ ഉള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്. രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ എം പി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ये अत्यंत दुर्भाग्यपूर्ण है कि हमारे देश के छात्रों और नौजवानों को कुछ लोग अपने राजनीतिक स्वार्थों की पूर्ति के लिए एक राजनीतिक औजार के रूप में इस्तेमाल करने का प्रयास कर रहे हैं. प्रधानमंत्री मोदी जी के नेतृत्व में हमारी सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है. हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, ये हम सबकी जिम्मेदारी है. ആധുനിക സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4ാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2-നാണ് ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരെയിൽ വൈകിട്ട് 4:30-നാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2ാം മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായിക മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസം ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിങ്ങിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാ വിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പര്യവേക്ഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം ഒരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1801117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 5,64,000-ലധികം ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയിൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25-ലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവെ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി.
കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.